Next, I invite Shabin Raz of Plus One Science, Jamia Nadavia Science Academy to talk on the topic, the life detector drone. Assalamu alaikum. A very good afternoon. I'm Shabin Raz from Science Academy, Jamia Nadavia. ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഐഡിയ ആണ്. പേര് ലൈഫ് ഡിറ്റക്ടർ ഡ്രോൺ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കറൻ്റ് നമ്മൾ കേരളത്തിൽ ഒരുപാട് ഫ്ലഡ് അതുപോലെ സോയിൽ ഇറോഷൻസ് ഒക്കെ നടന്ന്, പ്രത്യേകിച്ച് വയനാട് ആ ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരുപാട് ജനസംഖ്യ കുറഞ്ഞു എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ മരിച്ച്, അതിൽ കുറേ ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടൊക്കെ മരിച്ചിക്കണേ. ചിലവർ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചിക്കണേ, അല്ലാതെ നമുക്ക് അവരെ സെർച്ച് ചെയ്യാൻ പറ്റാതെ കിട്ടാതെ മരിച്ചു പോയവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ റെസ്ക്യൂ ചെയ്യുന്ന ടീമിന് വേണ്ടി ഹെൽപ്ഫുള്ളാവണ ഒരു ഡിവൈസാണ്. ഞാൻ ജസ്റ്റ് ഐഡിയ ആണ്, നമുക്ക് ഇത് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണേ. ഓക്കെ, ഞാൻ തുടങ്ങാം. ജസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം പറയാം. കോൺസെപ്റ്റ് വരുന്നത്, ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി, ഓക്കെ, നമ്മൾ വയനാട്ടിലുണ്ടായി എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരുപാട് സർവേയേഴ്സിനെ നമുക്ക് നഷ്ടപ്പെട്ട്. അപ്പോൾ ജസ്റ്റ് ഡ്രോണാണ്. ഈ ഡ്രോണിൽ 3 ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ട്. ആ 3 സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ആളുകളെ കണ്ടുപിടിക്കും. ഞാൻ ലേറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ജസ്റ്റ് പ്രോസസ്സ് പറഞ്ഞുതരാം. ഈ 3 ഇതിവിടെ പറഞ്ഞിട്ടില്ല, 3 സെൻസർ ഉണ്ട്. ആ 3 സെൻസർ ഉപയോഗിച്ചിട്ട് ആളുകളെ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം ഈ സെൻസേഴ്സ് അതിൻ്റേതായ കാര്യപ്പെട്ട ആൾക്കാർക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ റെസ്ക്യൂ കൺട്രോൾ സിസ്റ്റത്തിന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് കൂടുതൽ ആ ഭാഗത്ത് നമ്മൾ കാണിച്ചു കൊടുത്തൊരു ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷനിൽ കൂടുതൽ ഫോക്കസ് ആയിട്ട് അവർക്ക് സെർച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ വരുന്ന 3 സെൻസേഴ്സ് ഉണ്ട്. ഒന്ന് വരുന്നത് ഹീറ്റ് സെൻസറാണ്. ഹീറ്റ് സെൻസർ പറഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ 37 ഡിഗ്രിയാണ് മനുഷ്യൻ്റെ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഫീവറൊക്കെ വരുമ്പോഴേ അത് ഇൻക്രീസ് ആവുള്ളൂ. അതല്ലാതെ 37 ഡിഗ്രി തന്നെയാണ്. ഈ 37 ഡിഗ്രി IR സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻസ് ചെയ്യാം. ഇൻഫ്രാറെഡ് സെൻസർ അല്ലെങ്കിൽ തെർമൽ ഇമേജിങ് ക്യാമറാസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പെടുകയാണെങ്കിൽ മണ്ണിനൊന്നും പ്രത്യേകിച്ച് ടെമ്പറേച്ചർ ഉണ്ടാവും, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മനുഷ്യൻ്റെ ടെമ്പറേച്ചർ അതിൽ വേർതിരിഞ്ഞ് കാണും. എന്നുവെച്ചാൽ ഏകദേശം ഈ ഫോട്ടോ പോലെ ഉണ്ടാവും. ഓക്കെ, സെൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോട്ടോ പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹ്യൂമൻ ഡിറ്റക്ഷൻ സെൻസർ എന്ന് വെച്ചാൽ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ ചെയ്യുക. ഒന്നെങ്കിൽ റഡാർ സെൻസർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അക്കോസ്റ്റിക് സെൻസർ. റഡാർ സെൻസർ പറയുമ്പോൾ നമ്മളെ വൈറ്റൽ സൈൻസ് ഉപയോഗിച്ചിട്ട്, എന്ന് വെച്ചാൽ ഹേർട്ട് ബീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻസ് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ ഇതൊരു ഹ്യൂമനാണ്, അപ്പുറത്തുള്ളൊരു ഡമ്മിയാണ്. അപ്പോൾ ഈ ഹ്യൂമന് പീക്ക് നമ്മൾ ഹേർട്ട് ബീറ്റിനനുസരിച്ച് പീക്ക് ലെവൽ കൂടും. അത് ആ ഡമ്മിക്ക് ഉണ്ടാവില്ല. അത് വെച്ചിട്ട് നമുക്ക് സെൻസ് ചെയ്യാം, ഹ്യൂമൻ്റെ പ്രസൻസ് സെൻസ് ചെയ്യാം. നമ്മൾ മെയിനായിട്ടുള്ളതാണ് ഹേർട്ട് ബീറ്റ്, അതുപോലെ ഹീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ സ്ക്രീമിങ്, നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അത് നമ്മളൊരു പ്രസൻസ് അറിയിപ്പിക്കും. അതല്ലാതെ നമ്മളെ ഹീറ്റ്, ഇപ്പോൾ മനുഷ്യൻ നിൽക്കുന്നിടത്ത് ചൂട് കൂടും പൊതുവെ. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ചൂട് കൂടും. അതുപോലെ നമ്മൾ ഹേർട്ട് ബീറ്റ് അത് നമുക്ക് ഇത് വെച്ചിട്ട് സെൻസർ വെച്ചിട്ട് സെൻസ് ചെയ്യാം. പിന്നെ റഡാർ സെൻസർ നമ്മൾ ഇങ്ങനത്തെ വൈറ്റൽ സൈൻസ് ഉപയോഗിക്കാനും. പിന്നെ അക്കോസ്റ്റിക് സെൻസർ പറഞ്ഞാൽ നമ്മളെ സൗണ്ട്സ്, ഇപ്പോൾ ആരെങ്കിലും ഒറ്റപ്പെടുകയാണ്, ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ ഒറ്റപ്പെടുകയാണ്, അപ്പോൾ അവർ സ്ക്രീം ചെയ്യണതോ അല്ലെങ്കിൽ അവരെ സൗണ്ടോ വെച്ചിട്ട്, ഇപ്പോൾ അതിന് എക്സാമ്പിളാണ് മൈക്രോഫോൺ. നമ്മൾ സാധാ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് ആ ഡ്രോണിൽ വെച്ചാൽ നമുക്ക് ആ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് നമുക്കത് ഡിക്റ്റേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് എന്ന് വെച്ചാൽ സാധാ AI ക്യാമറാസ്. നമുക്ക് കാണുന്ന ചിലത് നമുക്ക് കണ്ടാൽ ആളുകൾ എവിടെയെന്ന് മനസ്സിലാവും. അങ്ങനത്തെ സാധാ ക്യാമറ വെച്ചിട്ട് തന്നെ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലേക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഹേൽ ചെയ്യൽ ഓക്സിജനും എക്സേൽ ചെയ്യൽ കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഓക്സിജൻ്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലേക്കും.
അങ്ങനെ അത് വെച്ചിട്ടും നമുക്ക് സെൻസ് ചെയ്യാം. ഇങ്ങനെ ഈ 3 സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ. ഒന്നാമത്തെ ഹീറ്റ് സെൻസർ നമ്മളെ തെർമൽ ഉപയോഗിച്ചിട്ട്, പിന്നെ ഡിക്റ്റേഷൻ സെൻസർ റഡാറും അക്കോസ്റ്റിക്കും, വൈറ്റൽ സൈൻസും പിന്നെ വോയിസും സ്ക്രീംസും വെച്ചിട്ട്. പിന്നെ വരുന്നത് ഡിക്റ്റേറ്റർ സെൻസർ, അതും AI എന്ന് വെച്ചാൽ ക്യാമറാസും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും വെച്ചിട്ട്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഡ്രോണ് തയ്യാറാക്കാം. പിന്നെ ഡ്രോണിൻ്റെ അഡീഷണൽ സെൻസേഴ്സ് ഉണ്ടാവും. ഒരു ഡ്രോണിന് ബേസിക്കായി വേണ്ട ചില സെൻസേഴ്സ് എന്ന് വെച്ചാൽ GPS, ആ ഡ്രോണ് എവിടെയാണ് അതിൻ്റെ ടവർ ലൊക്കേഷൻ അറിയാൻ. പിന്നെ ആക്സിലോമീറ്റർ, അത് എത്ര സ്പീഡിലാണ് പോകുന്നത് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ. പിന്നെ ബാരോമീറ്ററും ആൾട്ടിമീറ്ററും പറ്റും. രണ്ടും എത്ര അളവിലാണ്, എത്ര ഡെപ്തിലാണ്, എത്ര ഉയരത്തിലാണെന്ന് അറിയാൻ. പിന്നെ ഡെപ്ത് സെൻസർ, അതും ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. വാട്ടർ ലെവലിന് എത്ര ഹൈറ്റിലാണ് എന്നറിയാനുള്ളതാണ് അടിയത്തെ 2. പിന്നെ മെറ്റീരിയൽ, ഈ ഡ്രോൺ ഉപയോഗിച്ച മെറ്റീരിയൽ, ഡ്രോൺ ബോഡി സാധാ തന്നെയാണ്, കാർബൺ ഫൈബറാണ്, അല്ലെങ്കിൽ അലുമിനിയം, അങ്ങനത്തെ വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള എല്ലാം പറ്റും. പിന്നെ സെൻസറിൽ ഡിപ്പെൻഡിങ് ഓൺ സെൻസർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സെൻസറും അതിപ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ബോഡി മാറിക്കൊണ്ടിരിക്കും. ബോഡി മാറും. പിന്നെ അതുപോലെ ബാറ്ററീസും, നമുക്ക് എത്ര പവർ സോഴ്സ് എത്ര നേരം ലോങ് ലാസ്റ്റ് ചെയ്യണോ അത്രയും നല്ല ക്വാളിറ്റിയിൽ വാങ്ങണം. അപ്പോൾ ആ ക്വാളിറ്റിയിൽ വാങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ ബോഡി മാറിക്കൊണ്ടിരിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അത് നമ്മളിപ്പോൾ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത ഒരാളെ നമ്മൾ കണ്ടു എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ സിസ്റ്റത്തിനെ അറിയിക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. അതിൻ്റെ ബോഡി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും അതിനൊരു മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. ഇതിൽ മെറിറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ ഉപകാരങ്ങൾ എങ്ങനെയാണ്, ഒരു റെസ്ക്യൂ ചെയ്യുമ്പോൾ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ആ ഒരു ഇതാണ്. പിന്നെ ഡീമെറിറ്റ്സ് വരുന്ന ഇതൊക്കെയാണ്: വാട്ടർ ആൻഡ് വെതർ റെസിസ്റ്റൻസ് ഫോർ ഡ്രോൺ ആൻഡ് സെൻസേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വളരെ മോശമായിട്ടുള്ള കാലാവസ്ഥയിലേക്കും ഈ ഡ്രോണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പൊതുവെ യൂസ് ചെയ്യൽ വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയിലേക്കും. അപ്പോൾ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബോഡി വെച്ചിട്ടുള്ളൊരു ഡ്രോണ് തയ്യാറാക്കണം. ഇപ്പോൾ ലോക്കലായിട്ടുള്ളൊരു ഡ്രോണാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മേ ബി നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും. പിന്നെ സെൻസർ അക്യൂറസിയും റിലയബിലിറ്റിയും, നമുക്ക് വെച്ച സെൻസറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും ആ സെൻസർ പ്രവർത്തിക്കുക. പിന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ, ഇപ്പോൾ റേഞ്ചൊന്നുമില്ല, അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഡീമെറിറ്റ് ആയിട്ട് കണക്കൂട്ടാം. പിന്നെ ഡ്രോൺ നാവിഗേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി, നമ്മൾ ഡ്രോൺ പറത്തുമ്പോൾ എത്ര നേരം അത് നിൽക്കണം എന്നുള്ള അതിൻ്റെ ബാറ്ററി കൺസപ്ഷൻ ആ ഒരു ബേസിൽ വരുന്നതാണ്. ഡ്രോൺ നാവിഗേഷൻ ആൻഡ് കൺട്രോൾ ഇൻ GPS ഡിനൈഡ് ഓർ ഒബ്സ്ട്രക്റ്റഡ് എൻവയോൺമെൻറ്റ്സ്. GPS-ഉം അത് ഡ്രോൺ പറക്കണ ആ ഒരു എൻഡ്യൂറൻസും തമ്മിലുള്ള ഇത്. പിന്നെ പവർ കൺസപ്ഷൻ പറഞ്ഞു. ഇൻ്റഗ്രേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ എമർജൻസി സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം ഇനിയിപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു പുതിയൊരു ഇതായിരിക്കും. ഇപ്പം നിലവിലേക്ക് പുതിയൊരു ആഡ് ചെയ്യാൻ പോണ ഒരു സിസ്റ്റം ആയിരിക്കും. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഉള്ളതും പുതിയതും തമ്മിലൊരു എമർജിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും എങ്ങനെയായാലും. പിന്നെ അത് റെഡിയായി വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് സൂണായിട്ട് പുതിയൊരു ഇതിൽ ഈ ഒരു പ്രോജക്റ്റ് കാണാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു ഷെബിൻ.